ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിലേക്ക് ഏവരെയും കർത്തൃനാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ നമ്മൾ ശമൂവേലിൻ്റെ പുസ്തകം വരെ വായിച്ചു കഴിഞ്ഞു. ഇന്നു മുതൽ രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ശമൂവേലിൻ്റെ 1-2 പുസ്തകങ്ങളിലായി ശമൂവേലിൻ്റെ ജനനം മുതൽ ദാവീദ് രാജാവിൻ്റെ ഭരണത്തിൻ്റെ ഏകദേശം അവസാന നാളുകൾ വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇനി 1 രാജാക്കന്മാരിൽ ദാവീദിൻ്റെ മകൻ ബേർശേബയിൽ തനിക്ക് ലഭിച്ചതായ മകൻ ശലോമോൻ രാജാവായി ഇനി വാഴുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ദാവീദ് രാജാവ് വൃദ്ധനായി, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെ ബലമൊക്കെ ക്ഷയിച്ചു. വലിയ യോദ്ധാവായിരുന്നു, പക്ഷേ പ്രായാധിക്യത്താൽ ശരീരബലമൊക്കെ ക്ഷയിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പുതപ്പിച്ചിട്ടും കുളിര് മാറാത്ത അനുഭവം ഉണ്ടാവുകയും അദ്ദേഹത്തോട് ചേർന്ന് കിടക്കുന്നതിന് വേണ്ടി ഒരു യുവതിയെ, ശൂനേംകാരി അഭിഷാഗ് എന്ന് പറയുന്ന ഒരു യുവതിയെ അദ്ദേഹത്തിന് ആളുകൾ നൽകുകയും, പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തിനെ കുളിർ മാറിയെന്ന് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്തായിരുന്നാലും അദ്ദേഹത്തിന് നൽകുന്നതായി നമ്മൾ വായിക്കുന്നുണ്ട്. 5 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ തനിക്ക് അത് ശത്രുവായിരുന്ന അബ്ശലോമിൻ്റെ സഹോദരൻ അധോനിയ എന്ന് പറയുന്ന ഒരു മകൻ, അവൻ അബ്ശലോമിനെ പോലെ അവൻ ലാവണ്യമുള്ളവനായിരുന്നു, സുന്ദരനായിരുന്നു, ആരോഗ്യതയുടെ ഗാത്രനായിരുന്നിരിക്കാം. അവൻ സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, അവൻ ഇതിനു മുൻപ് പല തെറ്റുകളും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ദാവീദ് അവനെ ശാസിച്ചിരുന്നില്ല. ദാവീദ് എപ്പോഴും യുദ്ധകാര്യങ്ങളിലും രാജ്യത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ വ്യാപൃതനാണ്. അതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം അധികം ശ്രദ്ധിച്ചു കാണില്ല. അതുകൊണ്ടാണ് അവൻ ഇന്ന് സ്വയം രാജാവായി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം വരുന്നു. അവൻ ആരെയും ഭയപ്പെടുന്നില്ല. അപ്പനെ അവന് തീരെ ഭയമില്ല. പലപ്പോഴും നമ്മളും ശുശ്രൂഷ രംഗങ്ങളിൽ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് തിരക്കുകളായിരിക്കുമ്പോൾ ഭവനത്തിലെ കാര്യം കൂടുതൽ ശ്രദ്ധിക്കാനോ അതിന് വേണ്ടതായ ക്രമീകരണങ്ങൾ ചെയ്യാനോ സാധിച്ചു എന്ന് നമുക്ക് വരില്ല. ഇത് തന്നെ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് മനസ്സിലാക്കാം. അവൻ സ്വയപ്രഖ്യാപിത രാജാവായി മാറിയപ്പോൾ ദാവീദിൻ്റെ അംഗരക്ഷകനായിരുന്നതായ യോവാബും പുരോഹിതനായ അബ്യാഥാറും അവനെ അനുകൂലിച്ചു. പക്ഷേ അതേ സമയത്ത് നാഥാൻ പ്രവാചകനും ഷിമെയി, റേയ് എന്ന പ്രഭുക്കന്മാരും ദാവീദിൻ്റെ അംഗരക്ഷകളായ യോദ്ധാക്കളും അതിനോട് യോജിച്ചില്ല. കാരണം അവൻ സ്വയം പ്രഖ്യാപിത രാജാവായിട്ട് അവൻ മാറുകയാണ്, അബ്ശലോം ചെയ്തതുപോലെ തന്നെ. അവനിൽ നിന്നല്ലെങ്കിൽ നാളെ ദാവീദിന് അബ്ശലോമിനെ പോലെ ഒരു ശത്രുവായി മാറാനാണ് സാധ്യത. അതുകൊണ്ട് നാഥാൻ പ്രവാചകൻ ദൈവത്തിൻ്റെ വലിയ പ്രവാചകനാണ്. അദ്ദേഹത്തിന് അതിനോട് യോജിക്കാൻ സാധിക്കുകയില്ല. ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളും അല്ലെങ്കിൽ അംഗരക്ഷകന്മാരും അതിനോട് യോജിച്ചില്ല. പിന്നീട് നമ്മൾ കാണുന്ന അതിൻ്റെ 28 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്, ദാവീദിനെ രാജാവായി പ്രഖ്യാപിക്കുവാൻ നാഥാൻ പ്രവാചകൻ്റെ വലിയ ഒരു ഇടപെടലിലൂടെ കാണുന്നു. അദ്ദേഹം ചെന്ന് ബേർശേബയെ കണ്ടിട്ട് പറഞ്ഞു, നീ രാജാവിൻ്റെ അടുത്ത് ചെന്ന് രാജാവിനോട് ആവശ്യപ്പെടണം ശലോമോനെ രാജാവായി തൻ്റെ അനന്തരാവകാശിയായി പ്രഖ്യാപിക്കുവാൻ. അത് കേട്ട് ബേർശേബ അദ്ദേഹത്തിനടുത്ത് ചെല്ലുകയും ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. അപ്പോൾ ദാവീദ് രാജാവ് അപ്രകാരം തന്നെ പ്രഖ്യാപിക്കുന്നുണ്ട്, എനിക്ക് ശേഷം സോളമൻ രാജാവായിരിക്കും. അദ്ദേഹം മറ്റ് ഈ നാഥാനെയും
ആ പുരോഹിതന്മാരെയൊക്കെ വിളിച്ചിട്ട് പറയുന്നു, അവനെ ഗീഹോനിൽ യഹോവയുടെ ആലയം ഇത് സ്ഥിതി ചെയ്യുന്നിടത്ത് അവനെ കൊണ്ടുപോകണം. അപ്പം ഈ സാദോക്ക് എന്ന് പറയുന്ന ആ പ്രവാചകനും അല്ലെങ്കിൽ പുരോഹിതനായ സാദോക്കിനോടും പ്രവാചകനായ നാഥാനോടും അദ്ദേഹം ആവശ്യപ്പെടുന്നു. കൊണ്ടുപോകേണ്ടത് ദാവീദ് രാജാവ് ഉപയോഗിച്ചിരുന്ന ആ കോവർ കഴുതപ്പുറത്താണ്. അങ്ങനെ കൊണ്ടുപോയി അദ്ദേഹത്തെ അവർ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് രാജാവായിട്ട് വാഴിക്കുന്നു. ജനമെല്ലാം രാജാവെന്ന് ഏറ്റുപറഞ്ഞ് ആർപ്പ് വിളിച്ചവനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഇത് അറിഞ്ഞവനായ അധോനിയ ഭയപ്പെട്ടു പോവുകയാണ്. കാരണം അവൻ വ്യാജ രാജാവാണ്. യഥാർത്ഥത്തിലുള്ള രാജാവ് വരുമ്പോൾ, അഭിഷേകം പ്രാപിച്ചവൻ വരുമ്പോൾ വ്യാജന്മാർ ഭയപ്പെട്ടേടുക സ്വാഭാവികമാണ്. അതാണ് ഇവിടെ സംഭവിക്കുക. അപ്പോൾ ആ അധോനിയയുടെ കൂടുണ്ടായിരുന്നവരുമൊക്കെ ഭയപ്പെട്ട് ഓടിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അവൻ എന്ത് ചെയ്തു? അവൻ ഓടി ദേവാലയത്തിൽ ചെന്നു, ബലിപീഠത്തിൽ ചെന്ന് അതിൻ്റെ കൊമ്പുകളിൽ ചെന്ന് പിടിച്ചു. ബലിപീഠത്തിൻ്റെ കൊമ്പുകളിൽ അഭയം പ്രാപിക്കുന്നവനെ വധിക്കാൻ പാടില്ല എന്ന് നമ്മളിതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു നിയമം ഇസ്രായേലിൽ ഉണ്ടല്ലോ. അവന് മരിക്കാതിരിക്കുന്നതിന് അപ്രകാരം ചെയ്തു. സ്വയം രാജാവായി അവൻ പ്രഖ്യാപിച്ചവനാണ്. പക്ഷേ കൂടെയുള്ളവരൊക്കെ തന്നെ കൈവിട്ട് ഭയപ്പെട്ടോടിയപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ ശലോമോന് അവനെ അവൻ ശലോമോനെ ഭയപ്പെട്ടു. അവൻ രാജാവായി, ഞാൻ സ്വയപ്രഖ്യാപിത രാജാവായവനാണ്, അവൻ എന്നെ വധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ശലോമോൻ അത് ചെയ്യുന്നില്ല. ശലോമോൻ പറഞ്ഞു, നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ ശിക്ഷയായി വധശിക്ഷ അനുഭവിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇവിടെ ശലോമോൻ രാജാവായി സ്ഥാനമേൽക്കുന്നതാണ് 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ഈ അധ്യായത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി നമ്മൾ കാണേണ്ട വ്യക്തിയാണ് നാഥാൻ പ്രവാചകൻ. ഇതിനു മുൻപ് ദാവീദ് രാജാവ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ പാപം ചെയ്തപ്പോൾ ബേർശേബയെ സ്വന്തമാക്കാൻ വേണ്ടി ഊരിയാവിനെ കൊലക്കളത്തിലയച്ച് കൊല്ലിച്ച് ആ നീചപ്രവൃത്തി ചെയ്തപ്പോൾ, ആ നീചപ്രവൃത്തി ചെയ്ത മനുഷ്യൻ നീയാണെന്ന് മുഖത്ത് നോക്കി പറഞ്ഞവനാണ് നാഥാൻ പ്രവാചകൻ. അദ്ദേഹത്തിന് ആരെയും ഭയപ്പെടുന്നില്ല, ദൈവത്തിൻ്റെ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം ഇവിടെ എന്തുകൊണ്ട് അധോനിയായ ഇവിടെ അംഗീകരിക്കുന്നില്ല? അവന് സ്വയപ്രഖ്യാപിത രാജാവായവനാണ്. അതുകൊണ്ട് ആ ഒരാൾ രാജാവാകേണ്ടത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് അവിടെ ഉണ്ടാവണം, അഭിഷേകം അവിടെ ഉണ്ടാവണം. അങ്ങനെയുള്ളവനെ മാത്രമേ നാഥാൻ പ്രവാചകൻ അവിടെ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അദ്ദേഹം ബേർശേബയിലൂടെ പറഞ്ഞ് ദാവീദിനോട് നേരായ മാർഗത്തിൽ അവനെ അല്ലെങ്കിൽ ശലോമോനെ രാജാവാക്കി വാഴിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം ചെയ്തു. ആ പ്രവാചക ദൗത്യം എന്നിലും നിങ്ങളിലുമുണ്ട്. അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പോരാടാനും നമുക്ക് സാധിക്കേണ്ടതാണ്. ഇനി ഈ ശലോമോൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാജ്യഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നോട്ട് നമ്മൾ പഠിക്കുക. അതുകൊണ്ട് എല്ലാവരും ഈ വേദഭാഗം വായിക്കുകയും ഈ നാഥാൻ പ്രവാചകനെ ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുവാൻ നമുക്ക് ഈ വേദവായന നമ്മെ സഹായിക്കണം. മറ്റുള്ള ആളുകളും വേദപുസ്തകം വായിക്കുവാൻ നിങ്ങളവരെ പ്രേരിപ്പിക്കുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.